അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. ലബനീസ് കവി ഖലീൽ ജിബ്രാൻ്റെ ഒരു കുഞ്ഞു കഥയുണ്ട്. ഒരു ഞണ്ടും മുത്തുച്ചിപ്പിയും കടലിൻ്റെ ആഴങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയ കഥയാണിത്. ഞണ്ട് മുത്തുച്ചിപ്പിയോട് ചോദിക്കുകയാണ്, നീ എന്താ എപ്പോഴും ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നത്? വലിയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ, എന്തൊക്കെയോ ആലോചനകളിലാണല്ലോ. എന്നെ നോക്കൂ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഫുൾ ഫ്രീ ആണ്. ഞാൻ ഇര പിടിക്കുന്നു, തിന്നുന്നു, അടിച്ചു പൊളിക്കുന്നു, ഉറങ്ങുന്നു. അടുത്ത ദിവസം പിന്നെയും അതേപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ ഇങ്ങനെ? ഈ സംസാരം കേട്ടുകൊണ്ടിരുന്ന ഒരു മത്സ്യം അപ്പോൾ പറയാണ്, ഞണ്ടേ, നിനക്കല്ലെങ്കിൽ എന്ത് ടെൻഷനാണ്? നിൻ്റെ അകം പൊള്ളയല്ലേ, പിന്നെ നിനക്ക് എന്ത് ടെൻഷൻ ഉണ്ടാവാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് മുത്തുച്ചിപ്പിയുടെ അകം, അതിൻ്റെ അകത്ത് ഒരു മുത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മളും ചിലപ്പോൾ മനസ്സിനകത്തൊന്നുമില്ലാത്ത വെറും ഒരു എംപ്റ്റി മൈൻഡുമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? സാധ്യമല്ല. തീർച്ചയായും നമ്മുടെ അകത്തും ഒരു മുത്ത് വളരേണ്ടതുണ്ട്. ആരാണ് സൃഷ്ടാവ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു എന്ന മുത്ത് നമ്മുടെ അകത്ത് വളരണം. പ്രവാചകൻ എന്ന മുത്ത് നമ്മുടെ അകത്ത് വളരണം. സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ നമ്മളും വിലയേറിയ രത്നങ്ങളായിട്ട് മാറും, അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിക്കാറില്ലേ, എന്നെ സൃഷ്ടിച്ച അല്ലാഹു, ആ അല്ലാഹുവുമായിട്ട് എനിക്കെങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ചാറ്റ് ചെയ്യാൻ കഴിയുക? എത്രയോ അകലെയാണോ അല്ലാഹു? എനിക്ക് അവനെ എത്തിപ്പിടിക്കാൻ കഴിയില്ലേ എന്നൊക്കെ പലപ്പോഴും ആലോചിച്ച് പോകും. ഇതേപോലെ മൂടിയായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ചും അല്ലാഹു നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഖുർആനിൽ അങ്ങനെയാണ് പറയുന്നത്, അവൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് അവനുമായിട്ട് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവൻ എന്താ നമ്മോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതറിയാൻ നമുക്ക് സാധിക്കണമല്ലോ. നമസ്കാരത്തിലൂടെ 5 നേരവും നാം അല്ലാഹുവോട് അങ്ങോട്ട് പലതും പറയുന്നുണ്ട്, അല്ലേ? പല പ്രാർത്ഥനകളുമുണ്ട് നമസ്കാരത്തിൽ. പക്ഷേ അതിൻ്റെ മറുപടികൾ നമുക്ക് കിട്ടുന്നുണ്ടാവും. എങ്ങനെ കിട്ടുക? വിശുദ്ധ ഖുർആനിലൂടെയാണ് അല്ലാഹു അതിനുള്ള മറുപടികൾ നമ്മോട് പറയുന്നത്. അതിനാൽ ഖുർആനിലൂടെ നാം സഞ്ചരിക്കാൻ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മദ്രസകളിൽ വെച്ചൊക്കെ അത്യാവശ്യം പാരായണം ചെയ്യാൻ നാം പഠിച്ചിട്ടുണ്ടാവും. സൂറ അൽ ഫാത്തിഹയും ചെറിയ സൂറത്തുകളൊക്കെ നമസ്കാരത്തിൽ ഓതും വിധത്തിൽ നാം പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം, ആശയം? എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നതറിയണ്ടേ? പലപ്പോഴും നാം ഖുർആനിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെയോ ചരിത്രങ്ങൾ, എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്ന നിലയിലാണ്. അതിനപ്പുറത്ത് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഞാനും നീയും എന്ന രൂപത്തിൽ നിന്നുകൊണ്ട് ഖുർആനിനെ അനുഭവിക്കണം. ഖുർആനിൽ ഒരു ചരിത്രമുണ്ട്, നമ്മളത് പഠിക്കും. മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടാണ്. മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച സന്ദർഭമാണിത്. പടച്ചോനെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു എന്ത് പറഞ്ഞു?
നിനക്ക് എന്നെ കാണാൻ കഴിയില്ല മൂസ, ഈ ലോകത്ത് വെച്ച് നേരിട്ട് കാണാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കാണാൻ എന്താ വഴി, അവനെ കേൾക്കാനും അറിയാനും എന്താ വഴി എന്ന് ചോദിച്ചാൽ വേദഗ്രന്ഥങ്ങളാണ് അതിനുള്ള വഴിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്ന, പരിചയപ്പെടുത്തുന്ന ചില വാക്കുകളുണ്ട്. അതിലൊന്നാണ് ഹുദ എന്ന വാക്ക്, ഗൈഡൻസ് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും, ഒരു ടൂറ് പോവുകയാണെങ്കിൽ ഒക്കെ ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്ത് അതനുസരിച്ചല്ലേ പോയിക്കൊണ്ടിരിക്കുക. എവിടെ വേണമെങ്കിലും നമുക്കിപ്പോൾ ധൈര്യമായിട്ട് പോകാം, എൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയും. എങ്കിൽ ആലോചിച്ച് നോക്കൂ, ശരിക്കും നമ്മുടെ ഈ ലൈഫ് ഉണ്ടല്ലോ, ഇത് ഒരു ജേണിയാണ് അല്ലേ. നമുക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു ഡേറ്റ് ഓഫ് ഡെത്തും ഉണ്ടാകും. അത് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ആ നിലയ്ക്ക് ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ് നമ്മുടെ എല്ലാം ലൈഫ്. ഈ ലൈഫിൽ നമ്മൾ ഒരുപാട് ഇടങ്ങളിലൂടെ കടന്നു പോകും, പല സന്ദർഭങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ. നമ്മൾ മകനാണ്, മകളാണ്, സഹോദരനാണ്, സഹോദരിയാണ്. കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഭാര്യയാകും, ഭർത്താവാകും, പിന്നെ ഉമ്മയാകും, വാപ്പയാകും, വല്യമ്മയാകും, വല്യപ്പയാകും, ഇങ്ങനെ മുന്നോട്ട് പോകും. അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇതേപോലെ ലൈഫിൽ പല മേഖലകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസാണ്, കുറച്ച് കഴിയുമ്പോഴോ പഠനമൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്കാരായിട്ട് മാറും അല്ലേ, ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറും, ഡോക്ടേഴ്സ് ആകും, എൻജിനീയേഴ്സ് ആകും, അതുപോലെ കച്ചവടക്കാരാകും, ബിസിനസ്മാൻമാരാകും, അതേപോലെ തന്നെ ഫാമേഴ്സ് ആവും. ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകും. അവിടെയൊക്കെയും ഒരു ഗൈഡൻസ് നമുക്ക് ആവശ്യമല്ലേ. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്? വളരെ ആവശ്യമാണ്. ഇതാണ് ഖുർആൻ, മറ്റൊന്നുമല്ല ഖുർആൻ. എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഗൈഡൻസാണ് ഖുർആൻ. ഇതേപോലെ മറ്റൊരു വാക്കുണ്ട് ഖുർആനിൽ. ഖുർആനിനെ കുറിച്ച് പറയുന്നൊരു വാക്കാണ് അൽ ഫുർഖാൻ എന്നാണത്. വേർതിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലതും ചീത്തയും വേർതിരിക്കുക എന്ന പോലെ എല്ലാം വേർതിരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു യാത്രയിലാണെങ്കിൽ ഏത് റൂട്ടാണ് നമുക്ക് നല്ലത്, ഏത് റൂട്ടാണ് മോശമായ റൂട്ട് എന്നൊക്കെ പറഞ്ഞു തരില്ലേ. എവിടെയാണ് കൂടുതൽ ട്രാഫിക് ഉള്ളത്, അതൊക്കെ നമ്മുടെ മാപ്പിൽ കാണിക്കും എന്ന പോലെ വേർതിരിച്ച് കാണിക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കാൻ കടയിലേക്ക് ചെന്നാൽ അവർ നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ തരും, അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് തരും, യൂസേഴ്സ് മാനുവൽ അല്ലെങ്കിൽ കാറ്റലോഗ് എന്നൊക്കെ പറയില്ലേ. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും നാം വാങ്ങിക്കാൻ പോകുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. അതനുസരിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടും. അല്ലെങ്കിൽ സാധനം കേടായി പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ പ്രൊഡക്റ്റ് ഏതാണ്? ഞാനും നിങ്ങളുമാണ് അല്ലേ. അള്ളാഹു നമ്മെ പടച്ചത് ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും നല്ല, ഒരുപാട് കഴിവുകളുള്ള രൂപത്തിലാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കൂടെ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഇവ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഇന്നത്തെ കാലത്ത് കണ്ണ് ഒരുപാട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വല്ലാതെ ടയേർഡായി പോവാണ്. ഏതാണ്ട് മക്കളൊക്കെയും കണ്ണട വെച്ചൊരു കാലമാണിത് അല്ലേ. അതേപോലെ കാതും. പക്ഷെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കരുത്, ഈ നിലയ്ക്ക് നമുക്ക് കൃത്യമായ ഗൈഡൻസ് നൽകുന്ന വഴിയാണ് ഖുർആൻ. പിന്നെയും ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ ഒരുപാട് പറയുന്നുണ്ട്. ഖുർആൻ റഹ്മത്താണ്, കാരുണ്യമാണ്. സങ്കടങ്ങളും വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് ഒരു ആയത്ത് പാരായണം ചെയ്താലില്ലേ, മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടും. ഖുർആൻ ഷിഫയാണ്. നമുക്ക് സങ്കടവും വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ന് കൗൺസിലിംഗ് സെൻ്ററുകളിലേക്ക് പോകും അല്ലേ. പരീക്ഷ വരുമ്പോൾ ടെൻഷനാണ്, അതുപോലെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടെൻഷനാവും. അപ്പോൾ ഉടനെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് പോകും. ശരിക്കും ഖുർആൻ ഷിഫയാണ്. ഖുർആൻ പാരായണം ചെയ്ത് കഴിയുമ്പോൾ, പഠിക്കുമ്പോൾ
മനസ്സിന് സമാധാനവും നല്ല കോൺഫിഡൻസും ഉണ്ടാകും എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഖുർആൻ പഠിക്കാൻ പ്രയാസമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളിപ്പോൾ അതായിരിക്കും ആലോചിക്കുന്നത്. ഈ ഹൈസ്കൂൾ ലെവലിൽ, +2 ലെവലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്, എക്സാം വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ്റെ ഇടയിൽ ഖുർആൻ പഠിക്കാൻ എങ്ങനെ കഴിയും? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അറബി ഭാഷയല്ലേ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ അള്ളാഹു ഖുർആനിൽ 4 പ്രാവശ്യം പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഈ ഖുർആൻ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ. ഇതിനെ സ്വീകരിക്കാനായിട്ട്, ആക്സെപ്റ്റ് ചെയ്യാൻ ആരാണുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത് കാണാം. അതിനാൽ നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്ര പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട്, എത്ര ടെക്സ്റ്റുകൾ പഠിക്കും, എത്ര പേജുകൾ പഠിക്കും? ഒരു 1000 പേജെങ്കിലും തീർച്ചയായിട്ടും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ടാവും ഓരോ ക്ലാസ്സിലും, അല്ലേ? അപ്പോൾ 8, 9, 10 3000 പേജായി. +2ലേക്ക് എത്തുമ്പോഴും അതുപോലെ തന്നെയാണ്. എങ്കിൽ ഈ ഖുർആൻ ഉണ്ടല്ലോ, ആകെ 604 പേജുകൾ മാത്രമേ ഉള്ളൂ. അറബി ഭാഷയാണ്, എന്നാൽ വളരെ ലളിതമാണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള, കണക്റ്റഡ് ആയിട്ടുള്ള ആയത്തുകളും സംഭവങ്ങളാണ് ഖുർആനിൽ വരുന്നത് എന്ന് കാണാൻ കഴിയും. അതിനാൽ നമ്മൾ ഖുർആനിനോടൊപ്പമുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇത് എക്സാം എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. സാധാരണ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാം. പക്ഷേ ഈ പഠനം ഉണ്ടല്ലോ, അത് നമ്മെ ചിന്തിപ്പിക്കും. മാത്രമല്ല, നമ്മുടെ ലൈഫിൽ അത് വലിയൊരു മാറ്റമുണ്ടാക്കും. നിങ്ങൾ ഭാവിയിൽ ഏത് ഏരിയയിലെത്തിയാലും, ഏത് കരിയർ തിരഞ്ഞെടുത്താലും അവിടെ എല്ലാം നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഖുർആനിനോടൊപ്പമുള്ള നമ്മുടെ ഈ യാത്ര എന്ന് മനസ്സിലാക്കണം. ആ നിലയിൽ വിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും 15 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഖുർആനിനോടൊപ്പം ചെലവഴിക്കാനുള്ളത്. മഗ്‌രിബിന് ശേഷം നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പാഠ്യ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ, സ്കൂൾ സിലബസിലേക്ക് കടക്കുമ്പോൾ മനസ്സിന് നല്ല സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവും. കാരണം ഈ 15 മിനിറ്റ് ഞാൻ അള്ളാഹുവിനോടൊപ്പമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പഠനരംഗത്തും മറ്റെല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഖുർആനിനോടൊപ്പമുള്ള ഈ നമ്മുടെ ഈ സഞ്ചാരത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കൂടെ ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. വളരെ മഹത്തരമായ ഒരു പ്രോഗ്രാമാണ്. പരമാവധി നമ്മുടെ ഫ്രണ്ട്സിനെ ഈ ക്യൂ സ്പോട്ടുമായിട്ട് ബന്ധിപ്പിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.